എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും നല്ല മൊരിഞ്ഞ ടൈപ്പിലുള്ള കാട ഫ്രൈ റെഡിയാക്കി എടുത്താലോ? അതിനായി ഞാനിവിടെ 6 കാട എടുത്തിട്ടുണ്ട്. അത് വിനീഗറിലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഇത് ഓട്ടപാത്രത്തിലിട്ടിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്ന് ഒട്ടും വെള്ളം തന്നെ പാടില്ല. അതൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വരഞ്ഞു കൊടുക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. കാടയുടെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുന്ന വിധത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടിയും ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. ഞാനിവിടെ ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ട ഇതുപോലെ മസാല പിടിച്ചിരിക്കണം കാടയിൽ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണം ഞാൻ. ഇപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യുന്ന പാനിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ഓരോ കാട എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാട മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഒരു ഭാഗമായി മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും മറിച്ചിട്ട് അങ്ങനെ മൊരിഞ്ഞ ടൈപ്പ് ആകുമ്പോൾ മാത്രം കോരിയെടുക്കുക. ഇപ്പോൾ ഇത് വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയാലാണ് അത് കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ്. താങ്ക് യു.